വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മലബാറിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ടെന്ന യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഫലം മറിച്ചാകുമെന്ന് മുന്നറിയിപ്പ്. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി രവീന്ദ്രദാസിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി നേതൃയോഗത്തിലാണ് പ്രമേയം പാസാക്കിയത്. AICC നിർദ്ദേശപ്രകാരം കോഴിക്കോട് മുക്കത്ത് ചേർന്ന യൂത്ത് കോൺഗ്രസ് വയനാട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് K. അജ്മൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ മലബാറിലെ നേതാക്കളെ വയനാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. മലബാറിന് പുറത്തുനിന്നുള്ളവർ എത്ര ഉന്നത നേതാക്കളാണെങ്കിലും ഇനി വേണ്ട. യൂത്ത് കോൺഗ്രസിലുൾപ്പെടെ നിരവധി മികച്ച നേതാക്കൾ വയനാട് മണ്ഡലത്തിലും മലബാറിലുമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മാത്രം ട്രെയിൻ കയറി എത്തുന്ന നേതാക്കളെ ആവശ്യമില്ല. ഇതെല്ലാം നിരാകരിച്ചാൽ തെരഞ്ഞെടുപ്പ് ഫലം മറിച്ചാകുമെന്ന മുന്നറിയിപ്പും യൂത്ത് കോൺഗ്രസ് നൽകുന്നു. ദേശീയ ജനറൽ സെക്രട്ടറി രവീന്ദ്രദാസിനെ വേദിയിലിരുത്തിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ വികാരം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ 7 യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരും പ്രമേയത്തെ അനുകൂലിച്ചു. ഇക്കാര്യത്തിൽ ഗ്രൂപ്പ് വ്യത്യാസവും ഉണ്ടായില്ല. മുതിർന്ന നേതാക്കളായ MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരുകൾ വയനാട് മണ്ഡലത്തിൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം. ഷിബു ചെടിച്ചേരിക്കൊപ്പം PL കിരൺ, മീഡിയ 1 കോഴിക്കോട്.